അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഇപ്പോൾ ഈ ബംഗാളുമായി താരതമ്യമില്ല എങ്കിലും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ചില വീഴ്ചകളുണ്ട്. ആ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കേൽക്കറിന്റെ കേപ്പബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളാണല്ലോ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങളും ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സെക്രട്ടറിയായി നിയമിക്കുന്നതിൽ എന്തായിരിക്കാം കാരണം? അത് മുഖ്യമന്ത്രി വിശദീകരിക്കുമോ? അതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രി ജനങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുമെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും ഒരു സംശയമായി ഉയരുമ്പോൾ, പ്രത്യേകിച്ച് യുവാക്കൾ അടക്കമുള്ളവരുടെ പിന്തുണയിൽ ജയിച്ചു വന്ന മുഖ്യമന്ത്രി, അപ്പോൾ യുവാക്കളുടെ പിന്തുണ, യുവാക്കളുടെ ഭാഗത്തുനിന്നും ഈ ചോദ്യം ഉയരുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് അതിനുശേഷം നിങ്ങൾ മാധ്യമങ്ങൾ ശ്രീ വി ഡി സതീശനെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് അദ്ദേഹം ഉത്തരം പറയേണ്ടതാണ്, പറയുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ കടക്ക് പുറത്തുനിന്നോ മാറി നിൽക്കുക അങ്ങോട്ടെന്നോ ഒന്നും നിങ്ങൾ മാധ്യമങ്ങളോട് ഏതായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുമെന്ന് നിങ്ങൾ ആരും പേടിക്കേണ്ട, ഭയപ്പെടേണ്ടതില്ല. അതിനിപ്പോൾ ശ്രീഎമ്മിൻ്റെ മധ്യസ്ഥതയിൽ RSSുമായി ചർച്ച നടത്താൻ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിലും കടക്ക് പുറത്തുനിന്നൊന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാരും നിങ്ങളോട് പറയില്ല. ഇനി ഹെൽക്കറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല. അല്ല, ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ടെന്നും ഒരു RSSകാരൻ്റെ ഒരു SDPക്കാരൻ്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആരാ സ്മൃതി? അത് CPM ആണോ, BJP ആണോ, അതോ മറ്റേതെങ്കിലും കക്ഷികളാണോ? RSSകാരൻ്റെ SDPക്കാരൻ്റെ വോട്ട് ഒരുപോലെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പ്രസംഗിക്കാൻ നട്ടല് കാണിച്ച നിലപാട് കാണിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ആ നിലപാടിന് നേതാവെന്ന് പറയരുത്. അവിടെ RSS നിയോഗിച്ച ഉദ്യോഗസ്ഥൻ അല്ലെന്നേ. ഞാൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ശ്രീ വി ഡി സതീശൻ ആലിംഗനം ചെയ്തിരിക്കുന്ന ഒരു 10,000-കണക്കിന് പേരുടെ വീഡിയോ അങ്ങേക്ക് അയച്ചു തരാം. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. ഏത് നേരെ വരുന്നവർ കൈ കൊടുക്കാൻ കൈ നീട്ടിയാൽ എന്നെ ആലിംഗനം ചെയ്യുന്ന വീഡിയോ കാണും ചിലപ്പോൾ. അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ചെന്നാൽ അദ്ദേഹം ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമുണ്ട്. ഇതൊക്കെ വിഷയദാരിദ്ര്യം വന്ന CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2-3 ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിക്കാം സലാമിന് വേണ്ടി. സലാം ഈ ഉദ്യോഗസ്ഥർ RSSുമായി പാലമുണ്ടാക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. ആരാ? ദത്താത്രേയ ഹൊസബിള്ള. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എടുത്ത് മാറ്റിയിട്ട് മനുസ്മൃതി അവിടെ ആക്കണമെന്ന് ആവശ്യപ്പെട്ട RSS വൈസ് ക്യാപ്റ്റനാണ് ദത്താത്രേയ ഹൊസബിള്ള. ഹൊസബിളയെ കാണാൻ പോയത് ആരാ? രാത്രി ഈ 7 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി സ്വന്തം വണ്ടി ഇട്ടിട്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അവിടെ പോയി ദത്താത്രേയ ഹൊസബിള്ള എന്ന് പറയുന്ന RSS വൈസ് ക്യാപ്റ്റനെ കാണാൻ പോയത് പിണറായി പോലീസിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന അജിത് കുമാറാ. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആക്ഷൻ? അദ്ദേഹത്തിന് വേറെ ചില ആക്ഷൻസിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റൽ നടപടി ഉണ്ടാവും. അല്ല, അദ്ദേഹം ഇതുവരെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഈ മറ്റേ എന്താ പറയുന്നത്, കൊട പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഭരണത്തിൽ ഇരുന്ന സംവിധാനത്തിന്, എന്നിട്ട് നടുക്ക് തിരിച്ചു കിട്ടും. രക്ഷാപ്രവർത്തനത്തിൽ തീർച്ചയായും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. അല്ല, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ FIRലും പിന്നീടുണ്ടായ അന്വേഷണ റിപ്പോർട്ടിലും അദ്ദേഹത്തിന്റെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സ്മൃതി, നോക്കൂ, ഈ കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. ലൈഫ് മിഷൻ കേസിൽ പ്ലേസ് ഓഫ് അക്വറൻസ് ഓഫ് എ ക്രൈം, അങ്ങനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രേഖപ്പെടുത്തുന്നത്. കാരണം അവിടെയായിരുന്നു ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട ശിവശങ്കരന്റെ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. ശിവശങ്കരന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് എ ക്രൈം ഉണ്ടാവുന്നത്, ഞങ്ങൾ ലോയേഴ്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷെ അവിടേക്ക് എത്താൻ കേന്ദ്ര ഏജൻസിക്ക് പറ്റിയില്ല. സാധാരണ അന്വേഷണം നടക്കേണ്ടത് ഏറ്റവും ആദ്യം ആ ക്രൈം നടന്ന സീനിൽ പോയാണ് അന്വേഷണം നടത്തേണ്ടത്. കേന്ദ്ര ഏജൻസി അവിടേക്ക് വന്നില്ല. അത് ഏത് ഡീലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസിൽ കേന്ദ്ര ഏജൻസിക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട, റിപ്പോർട്ടിൽ എഴുതപ്പെടേണ്ട സ്ഥലമായി കേരളത്തിന്റെ CMന്റെ ഓഫീസ് മാറി. പിന്നീട് എത്ര തവണ ഒരു ഏറ്റവും ചെറിയ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് തിരുവനന്തപുരത്ത് ഒരു SC/ST യുവതി അവരൊരു വീട്ടുജോലിക്ക് പോയി. ആ വീട്ടുജോലിക്ക് പോയ യുവതിയെ മാല കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് തലമുടിക്കുത്തിന് പിടിച്ചു വലിച്ചടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവരെത്ര തവണയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്നത്? അന്ന് P. ശശിയായിരുന്നു അവിടെ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ശശി എന്താ പറഞ്ഞിരുന്നത് എന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് RSSകാർക്കും CPMകാർക്കും മാത്രം കയറി നിറങ്ങി നടക്കാനുള്ള, ചില ഉദ്യോഗസ്ഥ പുങ്കുവന്മാർക്ക് അവരുടെ കച്ചവടം നടത്താനുള്ള ഈ ചന്തയിലെ മേശയായി മാറ്റിയിരുന്നത് ഇവരുടെ കാലത്താണ്.
അതിനാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി, 2 അജിത് കുമാർ ഇവരുടെ വൈസ് ക്യാപ്റ്റൻ, ഏത് പോലീസിലെ വൈസ് ക്യാപ്റ്റൻ ഉള്ളപ്പോഴും ക്യാപ്റ്റന് മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വൈസ് ക്യാപ്റ്റൻ, ശിവശങ്കർ ഇപ്പോഴും ജയിലിൽ പോയി കിടക്കുന്ന ശിവശങ്കർ അടക്കമുള്ളവർ അങ്ങനെ വലിയ ക്രിമിനലുകളുടെ കൂടാരമായി അവിടെ മാറിയിരുന്നു. അതിലൊരു ശുദ്ധീകരണം ആവശ്യമാണെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിയമിക്കും. ഇപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും തന്നെ ടെക്നിക്കലാണ്. ആ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചതാണ്. അത് കോൺഗ്രസ് ഉന്നയിച്ചത് കൊണ്ടാണ് ആ വിഷയങ്ങളിൽ ഇന്റേണൽ അന്വേഷണത്തിന് ഏറ്റവും ആദ്യം ഉത്തരവുണ്ടാവുന്നത്. ഏത് സീലുമായി ബന്ധപ്പെട്ട് പരാതി കോൺഗ്രസ് നൽകിയത് കൊണ്ടാണ്. 2 ഈ പറയുന്ന ഇലക്ട്രൽ പെർസെന്റേജ് ടേൺ അറൗണ്ട് റേറ്റ് വെളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസത്തിൽ ഏറ്റവും ആദ്യം ECA ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ തന്നെ ഉന്നയിച്ചിട്ട് അല്ല, അതിന്റെ ഭാഗമായി നിങ്ങൾ പ്രതിഭാഗത്ത് നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഉന്നയിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ഉന്നയിച്ചു, CPM ഉന്നയിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ക്ലീൻ ആകുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് നിങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല നോക്കൂ, ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 17C ഫോം അത് എല്ലാ പാർട്ടി ഭാരവാഹികൾക്കും ഉത്തരവാദിത്തപ്പെട്ട ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വെളിയിൽ വിട്ട റിപ്പോർട്ടിൽ ഈ പോയിന്റിന്റെ എങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് അദ്ദേഹത്തിനെതിരെ പിന്നീട് ആരോപണം ഉന്നയിക്കാൻ പറ്റുക. അത് ലേറ്റായി എന്നത് ശരിയാണ്. പക്ഷെ 17C ഫോമുകൾ കൂട്ടി വായിക്കുമ്പോൾ പിന്നീട് വന്ന റിസൾട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉണ്ടോ? ഇല്ല, കോൺഗ്രസിനില്ല. CPM ഉണ്ടെങ്കിൽ അവർ ഉന്നയിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം. നിലവിൽ ഗവൺമെന്റ് കോൺഗ്രസിനല്ലേ. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ CPM ഉന്നയിക്കട്ടെ. ഇനി അങ്ങ് പറഞ്ഞു ഒരു കാര്യത്തിൽ ഞാൻ തിരുത്തു വരുത്തിയാണ് സ്മൃതിയെ വളരെ സ്നേഹപൂർവ്വം. അങ്ങ് പറഞ്ഞു CPM ഉന്നയിച്ചതേ ഉള്ളൂ സ്മൃതി. ആ കാര്യത്തിൽ പരാതി കൊടുത്തത്, റിട്ടേൺ പരാതി കൊടുക്കുന്നത്, റെക്കോർഡിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും. അപ്പൊ ഞങ്ങൾ ആ ഒരു ഈ പറയുന്ന ടെക്നിക്കലായ ഇഷ്യൂവിനെ പോലും വളരെ സൂക്ഷ്മതയോടുകൂടി വിവക്ഷിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ബെഹ്റയെ കൊണ്ടുപോയി ഏതാണ് പറയുന്നത് കുറെ കൊണ്ടുപോയി ഈ പറയുന്ന ടെനുവർ കഴിഞ്ഞിട്ടും പിന്നീട് കൊണ്ടുപോയി ആനയിച്ചിരുത്തിയ പോലൊന്നും ഞങ്ങളൊരു ഉദ്യോഗസ്ഥനെ ഇരുത്താൻ പോകുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനും അവധിക്കാല വസതിക്ക് സുഖം പിടിപ്പിക്കാൻ വേണ്ടി മോടി പിടിപ്പിച്ച സർക്കാർ ബംഗ്ലാവുകൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഒരു ഉദ്യോഗസ്ഥനും RSSനും ഇടയിലൊരു പാലം അടിഞ്ഞാളാൻ അവസരം ഉണ്ടാക്കി കൊടുക്കില്ല. പക്ഷെ അതൊക്കെ ഉണ്ടായത് ഏത് കാലത്ത് എന്താണ് അറ്റകുറ്റപ്പണിയാണ്, മോടി പിടിപ്പിക്കലല്ല എന്ന്. അല്ല, നിങ്ങളുടെ ലിഫ്റ്റ് പിടിപ്പിച്ചതും നീന്തൽക്കുളം അറ്റകുറ്റപ്പണി പിടിപ്പിച്ചതും പശുത്തൊഴുത്ത് പണിതൊക്കെ ആരുടെ കാലത്താണെന്ന് ആലോചിച്ചാൽ മതി. ഇന്നിപ്പോ പിണറായി വിജയൻ വാടകയ്ക്ക് എടുത്ത് വീടിന്റെ കണക്ക് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക്, ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ നടുക്ക് 4-5 ലക്ഷം രൂപ മിനിമം കൊടുത്തല്ലാതെ കിട്ടുന്ന ഒരു സ്വപ്ന സൗധം വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നത്? നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയോടും കൂടി മാപ്പ് പറയണം. കാര്യം ഞാൻ വരാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് സമയമില്ലാന്ന് എനിക്കറിയാം. കൂടുതൽ അത്തരം വിഷയങ്ങളിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോകാത്തായിരിക്കും നല്ലത്. ഒന്ന് നോക്കൂ, ഞാൻ വളരെ 10 സെക്കൻഡിൽ അവസാനിപ്പിക്കാം. ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടം കണ്ട കഴിഞ്ഞ 10 വർഷമാണ് കടന്നുപോയത് എന്ന ബോധ്യം എനിക്കടക്കമുള്ള കോൺഗ്രസ്സുകാർക്കുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തകരായ ഞാൻ തൊട്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരെയുള്ളവർക്കുണ്ട്. ആ ഉദ്യോഗസ്ഥ അഴിഞ്ഞാട്ടം കൊണ്ടുണ്ടായ ഈ സംസ്ഥാനത്തുണ്ടായ നാശനഷ്ടങ്ങൾ, ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകൾക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങൾ അതെത്ര വലുതാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യമാണ് ഞങ്ങളെ നയിക്കുന്നത്. അത് കണ്ടും മടുത്ത ജനമാണ് 102 സീറ്റ് എന്ന മാൻഡേറ്റ് ഞങ്ങൾക്ക് നൽകിയത് എന്ന കൃത്യമായ അവധാനത ഞങ്ങൾക്കുണ്ട്. അതുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഹേൽക്കറെ വെച്ചതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നളിനി നെറ്റോയെ വെച്ചിട്ടുണ്ട്, PJ തോമസിനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പോയിന്റ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ഇനി ഹേൽക്കർ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്തെങ്കിലും പാർട്ടി നയത്തിനോ പൊതുജനങ്ങൾക്ക് ഇതകുന്നതിനപ്പുറത്തോ എന്തെങ്കിലും ഒരു വ്യത്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ഹേൽക്കർ ആ പദവിയിൽ ഉണ്ടാവില്ല എന്ന ഉറപ്പ് കേരളത്തിലെ പൊതുമനസാക്ഷിക്ക് കൊടുക്കാം. ഈ പണിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM കൊടുക്കാൻ സൗകര്യമുണ്ടാവില്ല. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.